തണ്ണിമത്തൻ വാങ്ങുമ്പോൾ സൂക്ഷിക്കുക. മായം കലർന്ന 2000 കിലോ തണ്ണിമത്തനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. ചൂടിനെ ചെറുക്കാൻ തണ്ണിമത്തൻ കഴിച്ച് ശരീരം തണുപ്പിക്കണം എന്നൊക്കെ സാധാരണയായി നമ്മൾ പറയാറുണ്ട്. നല്ല നിറവും തൂക്കവും കൂട്ടാൻ രാസപദാർത്ഥങ്ങൾ തണ്ണിമത്തനിൽ ചേർക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തി. ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മായം കലർത്തിയ 2000 കിലോ തണ്ണിമത്തൻ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കൃഷിക്കാർ രാസമാലിന്യങ്ങൾ തണ്ണിമത്തൻ വിളയുന്നതിന് മുമ്പായി സിറിഞ്ച് ഉപയോഗിച്ച് ഉള്ളിലേക്ക് കുത്തിവെക്കുന്നത് യൂട്യൂബ് ചാനലുകളിൽ വന്നതോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തിറങ്ങിയത്. തണ്ണിമത്തനുള്ളിൽ രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോട്ടൺ ബോൾ ടെസ്റ്റ് എന്നൊരു വിദ്യയാണ് സാധാരണയായി പ്രയോഗിക്കുന്നത്. അതായത് തണ്ണിമത്തൻ മുറിച്ചെടുത്ത് കുറച്ച് പഞ്ഞി ഉപയോഗിച്ച് അതിൽ മെല്ലെ ഉരസുമ്പോൾ പഞ്ഞിയിൽ ചുവപ്പ് നിറം പിടിച്ചാൽ അത് മായം കലർത്തിയതാണെന്ന് വ്യക്തമാകും. മായം ചേർക്കാത്ത തണ്ണിമത്തനിൽ പഞ്ഞി വെച്ച് ഉരസിയാൽ നിറം പിടിക്കില്ല. അതുപോലെ തന്നെ തണ്ണിമത്തൻ കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലിട്ടാൽ മായം കലർത്തിയതാണോ എന്നറിയാൻ കഴിയും. മായം ചേർത്തതാണെങ്കിൽ നിമിഷ നേരത്തിനുള്ളിൽ ചുവപ്പ് കലർന്ന രാസമാലിന്യം വെള്ളത്തിൽ പടരും. കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് മുൻപായി സൂക്ഷ്മം പരിശോധനകൾ നടത്തണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ പരിശോധിക്കുന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. തണ്ണിമത്തനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നത് സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വീഡിയോയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മധുരം കൂട്ടാനും നിറം കിട്ടാനും ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാനുമാണ് കൃഷിക്കാർ രാസപദാർത്ഥങ്ങൾ തണ്ണിമത്തനുള്ളിലേക്ക് സിറിഞ്ച് വഴി കുത്തി നിറയ്ക്കുന്നത്. കൂടുതൽ ചുവന്ന നിറം കിട്ടാനായി എത്രോസിൻ ബി എന്ന ഫുഡ് ഡൈ ആണ് സിറിഞ്ച് ഉപയോഗിച്ച് തണ്ണിമത്തനുള്ളിലേക്ക് കുത്തിക്കയറ്റുന്നത്. ഈ രാസപദാർത്ഥം ശരീരത്തിനുള്ളിൽ ചെന്നാൽ വയറിളക്കം, ഓക്കാനം, ഛർദിൽ, കഠിനമായ വയറുവേദന, ചൊറിച്ചിൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഇത് കൂടുതലും കണ്ടുവരുന്നത് കുട്ടികൾക്കിടയിലുമാണ്. ഇത് വന്ധ്യതയ്ക്ക് വരെയും കാരണമായേക്കാം. കടയിൽ നിന്നും എങ്ങനെ നല്ല തണ്ണിമത്തൻ നോക്കി വാങ്ങാമെന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. കാശ് കൊടുത്ത അസുഖങ്ങൾ വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ അവരവർ തന്നെ സൂക്ഷിക്കുക എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. വൃത്താകൃതിയിലുള്ള തണ്ണിമത്തൻ നോക്കി വാങ്ങുക. നീളമേറിയവയ്ക്ക് രുചി ഉണ്ടാവില്ല. പഴുത്ത തണ്ണിമത്തൻ്റെ പുറംതൊലിയിൽ എപ്പോഴും മഞ്ഞയോ ഓറഞ്ചോ നിറമുള്ള ചെറിയൊരു ഭാഗം കാണാം. വെള്ള നിറമുള്ള സ്പോട്ടുകളുണ്ടെങ്കിൽ മൂക്കാത്ത തണ്ണിമത്തനാണ് എന്നാണ് അർത്ഥം. കൂടുതൽ തിളക്കമുള്ള പുറംതൊലി മൂക്കാത്ത തണ്ണിമത്തനാണ് ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്കാവുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ.